അപ്പോൾ നമ്മൾ ഇന്നലെ JSWൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നലെ കൺട്രോൾ പ്രൈസ് ലൈൻ്റെ കാര്യം പറഞ്ഞു തന്നു. അത് ഇച്ചിരി വരച്ച് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പം പല പാറ്റേൺ ഇപ്പം പുതിയതായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. കാര്യം നമ്മളെല്ലാവരും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പുതിയ പാറ്റേൺസ്, പിന്നെ എൻ്റെ പുതിയതായിട്ട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ, ട്രേഡിങ്ങിൻ്റെ സൈക്കോളജി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കില്ല എന്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ, പുതിയ കോഴ്സ് തരുന്നില്ല എന്നൊക്കെ. നമ്മളങ്ങനെ ചെയ്യുന്നൊരു ചാനലല്ല ഇത്, മനസ്സിലായോ? അങ്ങനത്തെ ഒരു ചാനലല്ലത്. ഈ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈസ് ആക്ഷൻ്റെ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചാർട്ടിലോട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, ഒരുപാട് പേര് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇന്നും ഒരു ബ്രോ ആണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് കൂടുതൽ നല്ല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, അതിപ്പോൾ മനസ്സിലായി. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം നമുക്ക് നോക്കാം. അതായത് ഇന്നലെ കൺട്രോൾ പ്രൈസ് ലൈൻ്റെ കാര്യം പറഞ്ഞു, ഇന്ന് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. ജസ്റ്റ് ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ കാണുന്നുണ്ടോ? ഇല്ല. ഈ ഒരു പാറ്റേൺ നമ്മൾ മെയിനായിട്ട്, കാരണം ഇത് ഞാൻ പഴയ ചാർട്ട് കാണിക്കുന്നതിൻ്റെ കാര്യം, ഇപ്പോൾ ഒരു കേസ് സ്റ്റഡി പോലെ നമ്മളിത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഹിസ്റ്ററി എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണല്ലോ പ്രൈസ് ആക്ഷൻ്റെ തിയറി. അതായത് ഒരു ഡബിൾ ബോട്ടമോ ട്രയാങ്കിൾ പാറ്റേണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ഇനിയുള്ള കാലത്തും വരാൻ വേണ്ടി. അപ്പോൾ നമ്മളത് മാക്സിമം വരച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കൂടുതൽ പാറ്റേൺസൊക്കെ തെളിഞ്ഞ് വരും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ പേർക്ക് ഇതിനകത്ത് ഒരു പാറ്റേണോ കാര്യങ്ങളോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിൽ അറ്റ്ലീസ്റ്റ് ഞാൻ തന്നെ ആദ്യം ഒരു ട്രയാങ്കിൾ പാറ്റേൺ, ഇതിനകത്തൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ട്രയാങ്കിൾ പാറ്റേൺ. ഒരുപാട് അത് കാണും. ഞാനിപ്പോൾ ജസ്റ്റ് പറയുമായിരുന്നു, ഒരു ട്രയാങ്കിൾ, നല്ലൊരു എൻട്രി ഉള്ളൊരു ട്രയാങ്കിൾ പാറ്റേൺ ഇതിനകത്തുണ്ട്. അതെവിടെയാണെന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? ഒറ്റ നോട്ടത്തിൽ പറയുന്നവർ കാണും. പക്ഷേ ഞാനത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ പുതിയ ഫാമിലി മെമ്പേഴ്സിന് വിടാൻ. ഇവിടെ കണ്ട, ഇത് വിടുക. ഇപ്പോൾ കണ്ട ഈ ഒരു ഭാഗം നോക്കുക. ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഇതാണ്ട് ഇവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ലൈറ്റ് നമുക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും. കണ്ട, എന്നിട്ട് അടുത്ത ലൈൻ എവിടെ? നമ്മളുണ്ട് ഇവിടെ. അപ്പോൾ പുതിയൊരു ഈ പാറ്റേൺ വന്നേക്കുന്നുണ്ടോ? എത്ര കിടിലിനായിട്ട് വന്നേക്കുന്നൊരു പാറ്റേൺ ആണെന്ന് കണ്ട. അതായത് നമ്മളിപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും നമ്മളൊരു ഇത് കണ്ടിരുന്നെങ്കിൽ, അത് ഈ ഒരു പാർട്ടി 2015-16 കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നെങ്കിൽ വേണം വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാൻ ഒരിക്കലും നഷ്ടമൊന്നുമില്ലല്ലോ. അതായത് പറയുന്നത്, നമ്മൾ പല ഷെയറുകളിലൂടെ കയറി പോകുമ്പോഴത്തേക്ക് നല്ലൊരു എൻട്രി ഒക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കൊരു ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, ഒരു പാറ്റേൺ നമ്മൾ കണ്ടാൽ അത് ബ്രേക്കൗട്ട് ആയിട്ട് എൻട്രി എടുക്കാമെന്നുള്ള കാര്യം അവിടെ നിൽക്കേ. നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്തിടാമല്ലോ, അതിന് നഷ്ടമൊന്നുമില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൊല്ലം ഇതിനകത്ത് ആഡ് ചെയ്ത് 2016 സംതിങ്ങാണ് ഇത് ബ്രേക്ക് ആയത്. നിങ്ങൾക്ക് എന്തോ നഷ്ടമുള്ളത്? ജസ്റ്റ് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാൽ പോരെ. നമുക്ക് വലിയ സമയനഷ്ടമോ? ജസ്റ്റ് ഒരു ചാർട്ട് എടുത്ത് ഓപ്പൺ ആക്കി നമ്മളിങ്ങനെ വരച്ചിട്ടേക്കുന്നു. ചിലപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുള്ളതായിരിക്കും. ഓക്കെ, വേണ്ട. ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ, നിങ്ങളത് ചെയ്യുന്നതിൻ്റെ ഗുണം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ബ്രേക്കൗട്ട് കിടന്ന് നമ്മളൊരു എൻട്രി എടുത്തിരുന്നെങ്കിൽ ഈ 2016 മുതൽ 25 വരെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ എന്തോരം ബെനിഫിറ്റ് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് എത്ര പെർസെൻറ്റേജാണ് അതുകൊണ്ട് ഇവിടെ വരെ കൃത്യം 666 സംതിങ് പോട്ടെ, 600%, 650% നമുക്കവിടെ കിട്ടിയേനെ. ചെറിയൊരു കാര്യമാണോ? 150, 150 റേഞ്ച് മേടിച്ചിരുന്നെങ്കിൽ 1000 രൂപയ്ക്ക് അടുത്ത്, 900 സംതിങ് രൂപയ്ക്ക് അടുത്ത് വരെ നമുക്കത് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ ഇതുവരെ ഈ ഒരു ലൈന് താഴോട്ട് പോയിട്ടുമില്ല. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അതുപോലും അടിച്ചിട്ടില്ല. മനസ്സിലായോ? പ്രോഫിറ്റ് നമുക്ക് റൺ ചെയ്യിക്കാൻ വേണ്ടി വേറെ പല മെത്തേഡുണ്ട്, നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഇനിയും ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഇപ്പോൾ തന്നെ കണ്ടോ ചാർട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? കണ്ടോ? അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കൊരു ചാർട്ടിൽ കാണാൻ പറ്റും, പല ടൈം ഫ്രെയിമിൽ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ എത്ര അത് കിട്ടുമെന്ന് കണ്ടോ? അങ്ങനെ ഇനിയും പാറ്റേൺസ് വരും, ഇനിയും ഒരുപാട് കാര്യം കിട്ടും. ഒരിക്കലും അവസരം നഷ്ടപ്പെടുത്താതിരിക്കും. ഞാൻ 100 ചാർട്ടിൽ 100 കണ്ടുപിടിക്കണമെന്നല്ല, 100 ചാർട്ട് ഒരു 10 താഴെ 10 കണ്ടുപിടിച്ചാൽ പോലും ആ റേഞ്ച് ഒന്ന് ആലോചിച്ച് എനിക്ക് അത്രേ ഉള്ളൂ. ഇതിപ്പം വരയ്ക്കാനായിട്ട് എന്തോ പാട്? PhD വേണോ? ഡോക്ടർ ആയിരിക്കണോ? അതോ എഞ്ചിനീയർ ആയിരിക്കണോ? മറ്റേ സയൻറ്റിസ്റ്റ് ആയിരിക്കണോ? അങ്ങനൊന്നും വേണ്ട. സാമാന്യം ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ മനസ്സുള്ള ഏതൊരാളെ കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റുന്ന പാറ്റേണാണ് ഇത്. പിന്നെ ദൈവാധീനം കൊണ്ട് ഞാൻ ഈ പാറ്റേൺ കണ്ടില്ല കേട്ടോ. ഞാനിത് റീസെൻ്റ്ലി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കണ്ടൊരു കാര്യം തന്നെ. അങ്ങനെ പല പാറ്റേൺസും നമ്മളങ്ങനെ ആഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല എൻട്രീസ് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും. ഇനിയും പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉറപ്പായിട്ടും കാണാം. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.